ഡിയർ സ്റ്റുഡൻസ്, ഗുഡ്നെസ് ടിവിയുടെ വിജ്ഞാന വീഥിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ രണ്ടാമത്തെ അധ്യായമായ സർക്കിൾസ് അഥവാ വൃത്തങ്ങൾ എന്ന പാഠഭാഗമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ഏറ്റവും അവസാനത്തെ സെക്ഷനായ 2 കോർഡ്സ് അഥവാ 2 ഞാണുകൾ എന്ന ഭാഗമാണ് ഇന്ന് നാം ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ 2 ഫിഗേഴ്സ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ ഫസ്റ്റ് ഫിഗർ ഒന്ന് ശ്രദ്ധിക്കൂ. ദർ ആർ 2 കോർഡ്സ് എ ബി ആൻഡ് സി ഡി പാസിംഗ് ത്രൂ ദി സെൻറ്റർ ഓഫ് ദി സർക്കിൾ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എ ബിയും സി ഡിയും അതിൻ്റെ ഡയാമീറ്റേഴ്സാണ് അല്ലേ? ഈ 2 ഡയാമീറ്റേഴ്സും സെൻറ്ററിൽ കൂടെ പാസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഡയാമീറ്റേഴ്സിനെ 4 ഭാഗങ്ങളാക്കി മാറ്റാൻ സാധിച്ചു. ഏതൊക്കെയാണ് 4 ഭാഗങ്ങൾ? പി എ, പി ബി, പി സി ആൻഡ് പി ഡി. ഈ എല്ലാ ഭാഗങ്ങളും നോക്കൂ. ഈ എല്ലാ പാർട്സും പി എ, പി ബി, പി സി, പി ഡി ആർ ഈക്വൽ അല്ലേ? അതെല്ലാം വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. പി എ, പി ബി, പി സി, പി ഡി എന്ന് പറയുന്നത് വൃത്തത്തിൻ്റെ ആരങ്ങളാണ്. സോ ഓൾ പാർട്സ് ആർ ഈക്വൽ ലെങ്ത്. ക്ലിയർ അല്ലേ? ഓക്കെ. ദെൻ ഇൻ ഫിഗർ 2, രണ്ടാമത്തെ ഫിഗറിൽ ദർ ആർ 2 കോർഡ്സ് എ ബി ആൻഡ് സി ഡി. ദേ ആർ ഇൻറ്റർസെക്റ്റ് ഇൻസൈഡ് ദി സർക്കിൾ അറ്റ് പി. പിയിൽ അത് കൂട്ടിമുട്ടിയിരിക്കുന്നു അല്ലെങ്കിൽ ക്രോസ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ എ ബി എന്ന് പറയുന്ന കോഡിൻ്റെ 2 ഭാഗങ്ങൾ കിട്ടി, പി എ ആൻഡ് പി ബി. അതുപോലെ സി ഡി എന്ന് പറയുന്ന കോഡിൻ്റെ 2 ഭാഗങ്ങൾ കിട്ടി, പി സി ആൻഡ് പി ഡി. ഓക്കെ. അപ്പോൾ 4 ഭാഗങ്ങളാണ് ഈ കോഡ്സിന് കിട്ടിയത്. പി എ, പി ബി, പി സി, പി ഡി. ഈ 4 ഭാഗങ്ങൾ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ കോഡ്സിൻ്റെ പാർട്സുകൾ തമ്മിലുള്ള റിലേഷനാണ് നാം ഇന്ന് ചെക്ക് ചെയ്യുന്നത്. അതായത് പി എ, പി ബി, പി സി, പി ഡി ഇവ തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ പിക്ചർ ഒന്ന് നോക്കൂ. നേരത്തെ നമ്മൾ കാണിച്ച അതേ പിക്ചർ തന്നെ. 2 കോർഡ്സ് എ ബി ആൻഡ് സി ഡി ഇൻ്റർസെക്റ്റഡ് പി. ഇവിടെ പോയിൻ്റ് എയും പോയിൻ്റ് സിയും ജോയിൻ ചെയ്തു. അതുപോലെ പോയിൻ്റ് ബിയും ഡിയും ജോയിൻ ചെയ്തിരിക്കുന്നു. 2 ത്രികോണങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി നോക്കൂ, ഈ സി ഡി എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്യുക. ഈ സി ബി എന്ന് പറയുന്ന ആർക്കിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ലാർജ് ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കാണ്. അപ്പോൾ ഈ സി ബി എന്ന് പറയുന്ന ആർക്കിൻ്റെ 2 എൻ പോയിൻറ്റ്സിൽ നിന്ന് ഓൾട്ടർനേറ്റ് ആർക്കിലേക്ക് വരയ്ക്കുന്ന എല്ലാ ആംഗിൾസും ഈക്വലാണ് എന്നൊരു ഭാഗം അല്ലെങ്കിൽ തത്വം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആംഗിൾ സി എ ബിയും ആംഗിൾ സി ഡി ബിയും ഈക്വലായിരിക്കും അല്ലേ? നമുക്ക് നോക്കാം. ആംഗിൾ സി എ ബി എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ സി ഡി ബി എന്തായിരിക്കും? എക്സ് ഡിഗ്രി ആയിരിക്കും. ഇനി വീണ്ടും ഈ ചിത്രത്തിലേക്ക് പോവാണ്. എ ഡി എന്ന് പറയുന്ന ഈ ആർക്ക് കൺസിഡർ ചെയ്യുക. മുകളിലുള്ള ആർക്ക് എ ഡി എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്താൽ താഴെയുള്ള ആർക്ക് അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കായിരിക്കും അല്ലേ? എങ്കിൽ ആംഗിൾ എ സി ഡി എന്ന് പറയുന്ന ആംഗിളും ആംഗിൾ എ ബി ഡി എന്ന് പറയുന്ന ആംഗിളും ഈക്വലായിരിക്കും. നമുക്ക് നോക്കാം. എ ഡി എന്ന് പറയുന്ന ആർക്കിൽ അതിൻ്റെ ആർക്കിൻ്റെ 2 അറ്റങ്ങൾ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ആംഗിളാണ് എ സി ഡി എന്ന് പറയുന്നതും ആംഗിൾ എ ബി ഡി എന്ന് പറയുന്നതും. അത് രണ്ടും വൈ ഡിഗ്രിയാണെന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ചിത്രത്തിൽ എ ബി സി ഡി എന്ന് പറയുന്ന 2 ഞാണുകളെ പി എന്ന പോയിന്റിൽ ഖണ്ഡിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന 4 അൺഈക്വൽ പാർട്സുകളാണ് പി എ, പി ബി, പി സി ആൻഡ് പി ഡി. അത് തമ്മിലുള്ള റിലേഷനാണ് നാം നോക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടി ഈ 2 ആംഗിൾസും ഈക്വലാണ്, എക്സ് ഡിഗ്രി ആയിട്ട് നമ്മൾ എടുത്തു. ഈ 2 ആംഗിൾസും ഈക്വലാണ്,
y ഡിഗ്രി ആയിട്ട് എടുത്തു. ഇനി അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിലെ തേർഡ് ആംഗിൾ, ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു ട്രയാങ്കിളിൻ്റെ ആംഗിൾസിൻ്റെ ടോട്ടൽ സം എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ആംഗിൾ പി എന്ന് പറയുന്നത് 180യിൽ നിന്ന് ഈ എക്സ് ഡിഗ്രിയും വൈ ഡിഗ്രിയും കുറച്ചാൽ മതി. അതായത് ആംഗിൾ എ പി സി ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് പ്ലസ് വൈ. ടീച്ചർ ഇതിനെ സെഡ് ഡിഗ്രി എന്ന് വിളിക്കുകയാണ്. 180 മൈനസ് എക്സ് പ്ലസ് വൈന് സെഡ് ഡിഗ്രി. അപ്പോൾ എനിക്കിവിടെ എന്ത് ചെയ്താം? സെഡ് ഡിഗ്രി. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഈ ട്രയാങ്കിൾ എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സ് ഡിഗ്രിയാണ്, വൈ ഡിഗ്രിയാണ്. സോ ആംഗിൾ ഡി പി ബി എന്ന് പറയുന്നത് സെഡ് ഡിഗ്രി ആയിരിക്കും. ഓക്കെ. ഇപ്പം നമുക്ക് എന്താ കിട്ടിയിരിക്കുന്നത്? രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് എല്ലാം കിട്ടി. നോക്കൂ, ഈ ട്രയാങ്കിൾസിൻ്റെ ആംഗിൾ എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി ആൻഡ് സെഡ് ഡിഗ്രി. അതേപോലെ ഈ ട്രയാങ്കിളിൻ്റെ ആംഗിൾസും എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി ആൻഡ് സെഡ് ഡിഗ്രി. ആംഗിൾസ് എല്ലാം ഈക്വലായ രണ്ട് ട്രയാങ്കിൾസിന് നമ്മളൊരു പേര് പറയും. എന്ത് പേരാ? സിമിലർ ട്രയാങ്കിൾസ്. പഠിച്ചിട്ടില്ലേ? 9th നമ്മൾ പഠിക്കുന്നതാണ് സിമിലർ ട്രയാങ്കിൾസ് അഥവാ സദൃശ ത്രികോണങ്ങൾ അല്ലേ? സദൃശ ത്രികോണങ്ങളുടെ വശങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണ് വശങ്ങളുടെ പ്രത്യേകത? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലേ? തുല്യ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ ഒരേ അംശബന്ധത്തിലായിരിക്കും. അപ്പോൾ ഇവിടെ ഈ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കാം. രണ്ട് ത്രികോണത്തിൻ്റെയും എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്സ്. അപ്പോൾ ഇവിടെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ? പി സി ആണ് അല്ലേ? അപ്പം പി സി ഡിവൈഡഡ് ബൈ ഇവിടെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് പി ബി എന്ന് പറയുന്ന സൈഡ്, പി ബി. ഓക്കെ. ഇനി അടുത്തത് വൈ ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് നോക്കാം. ലാർജ് ട്രയാങ്കിളിൽ വൈ ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് പി എ എന്ന് പറയുന്ന സൈഡാണ്. പി എ ഡിവൈഡഡ് ബൈ ഇവിടെ വൈ ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് പി ഡി എന്ന് പറയുന്നതാണ്. പി ഡി. നോക്കൂ, ഇതിൻ്റെ റേഷ്യോ സെയിം ആണെന്നാണ് നാം പഠിച്ചിരിക്കുന്നത് അല്ലേ? സിമിലർ ട്രയാങ്കിളിൻ്റെ കേസ് പറയുകയാണെങ്കിൽ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഇൻ സെയിം റേഷ്യോ. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ വൈ ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് പി എ, ഇതിലാണെങ്കിൽ പി ഡി. അപ്പോൾ പി എ ബൈ പി ഡി ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് പി സി ബൈ ഇവിടെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് പി ബി. നോക്കൂ, അപ്പോൾ പി എ ബൈ പി ഡി ഇസ് ഈക്വൽ ടു പി സി ബൈ പി ബി. ഇതൊന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ എന്ത് സംഭവിക്കും? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ. അപ്പം നമുക്കിവിടെ കിട്ടിയത് എന്താ? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഈ പി എ പി ബി പി സി പി ഡി എന്ന് പറയുന്നത് ഈ ഞാണുകളുടെ ഭാഗങ്ങളാണ് അല്ലേ? പാർട്സ് ഓഫ് കോഡ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഒരു വൃത്തത്തിലെ രണ്ട് ഞാണുകൾ മുറിച്ചു കടക്കുമ്പോൾ അവയുടെ ഭാഗങ്ങളുടെ ഗുണനഫലം തുല്യമാണ്. അതായത് if two chords of a circle intersect within the circle, then the product of the parts of the chords are equal. Clear അല്ലേ? രണ്ട് കോഡ്സ് എ ബി സി ഡി പി എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. സോ അതിൻ്റെ പാർട്സുകളാണ് പി എ പി ബി പി സി പി ഡി. അപ്പോൾ ആദ്യത്തെ പാർട്സുകൾ പി എ പി ബി അതിൻ്റെ ഗുണനഫലവും അടുത്ത പാർട്സ് പി സി പി ഡി അതിൻ്റെ ഗുണനഫലവും ഈക്വലാണ്. ഓക്കെ. ഇനി ഇതുമായിട്ട് ഈ ഒരു ആശയവുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ് നാം ഇനി ചെയ്യുന്നത്. ഓക്കെ. ഇൻ ദി ഫിഗർ ദ കോഡ്സ് എ ബി ആൻഡ് സി ഡി ഇൻ്റർസെക്റ്റ് അറ്റ് പി. നിങ്ങൾക്ക് കാണാലോ, എ ബിയും സി ഡിയും പി എന്ന പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു. പി എ ഇസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, പി ബി 6 സെൻറ്റിമീറ്റർ, പി സി 4 സെൻറ്റിമീറ്റർ ആൻഡ് ബി സി 4 സെൻറ്റിമീറ്റർ.
വിച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ? റൈറ്റ് വൺ മോർ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ്. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ഡി. വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് എ ഡി? നോക്കാം. ഈ ചിത്രത്തിൽ എ ബി സി ഡി എന്ന് പറയുന്ന രണ്ട് ഞാൻ തന്നിട്ടുണ്ട്, പിയിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് സൈഡ്സിൻ്റെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട്. എ പി ഈസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ, പി ബി ഈസ് ഈക്വൽ ടു 6 സെൻറ്റിമീറ്റർ, പി സി 4 സെൻറ്റിമീറ്റർ ആൻഡ് സി ബി 4 സെൻറ്റിമീറ്റർ. ഈ അളവുകളൊക്കെ നമുക്ക് തന്നിരിക്കുന്നു. വിച്ച് ആംഗിൾ ഈസ് ഈക്വൽ ടു ആംഗിൾ എ? ആംഗിൾ എക്ക് ഈക്വലായ ആംഗിൾ ഏതാണെന്ന് നോക്കൂ. ഡി ബി എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള എല്ലാ ആംഗിൾസും ഈക്വലാണ്. സോ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വലാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് വരും? ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ സി. ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് വൺ മോർ പെയർ ഓഫ് ഈക്വൽ ആംഗിൾസ്. ഒരു പെയറും കൂടെ എഴുതാൻ, ഈക്വൽ ആംഗിൾസ് ഉള്ള ഒരു പെയറും കൂടെ എഴുതാൻ. നോക്കൂ, ഇതിലുണ്ടോ? ഇനി എ സി എന്ന് പറയുന്ന ആർക്ക് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിലുള്ള ആംഗിൾസ് നോക്കൂ. ആംഗിൾ എ ഡി സിയും ആംഗിൾ എ ബി സിയും ഈക്വൽ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വലാണ്. ആംഗിൾ ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി. ഇത് കൂടാതെ ഒരു ആംഗിളും കൂടെ നമുക്ക് ഈക്വലാന്ന് പറയാം. നമ്മൾ നേരത്തെ ചോദ്യത്തിൽ കണ്ടിരുന്നു അല്ലേ? ഈ ആംഗിളും ഈ ആംഗിളും. ഇപ്പോൾ ഇത് എഴുതിയാലും തെറ്റ് പറയില്ല. ഓക്കെ, ഇതും ശരിയാണ്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ഡി. പി ഡിയുടെ ലെങ്ത്ത് കണ്ടെത്തണം. നമ്മൾ നേരത്തെ ഒരു കൺസെപ്റ്റ് പഠിച്ചിരുന്നു അല്ലേ? കോഡ്സിൻ്റെ പാർട്ടുകൾ തമ്മിൽ പറയുകയാണെങ്കിൽ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി അല്ലേ? ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഇൻ്റർസെക്റ്റ് പോയിൻ്റ് നോക്കുക. ആ പോയിൻറ്റിൽ നിന്ന് ആ കോഡ്സിൻ്റെ രണ്ടറ്റങ്ങളിലേക്കും കണക്ട് ചെയ്യുക. അങ്ങനെ പഠിക്കണം. അല്ലാതെ എ ബി സി എന്ന് പറയുന്ന ലെറ്റർ വെച്ചല്ല നമ്മൾ ആ കൺസെപ്റ്റ് പഠിക്കേണ്ടത്. ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണോ ആ പോയിന്റിൽ നിന്ന് ഈ ഭാഗങ്ങളിലേക്ക് കോഡിൻ്റെ അറ്റങ്ങളിലേക്ക്. അപ്പോൾ ഇവിടെ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പി എ എത്രയാണ്? 8 സെൻറ്റിമീറ്റർ. 8 ഇൻറ്റു പി ബി 6 ഇസ് ഈക്വൽ ടു പി സി 4 ഇൻറ്റു പി ഡി നമുക്കറിയില്ല. ഓക്കെ, അപ്പോൾ ഈ 4 ലെഫ്റ്റ് സൈഡിൽ പോകുമ്പോൾ ഡിവിഷൻ ആവും അല്ലേ? 8 into 6 by 4 is equal to PD. 4 8 2 times. 2 into 6 12 centimeter. അപ്പോൾ പി ഡി എന്ന് പറയുന്നത് എന്ത് കിട്ടി? 12 centimeter. Is it clear? Okay. Last problem. What is the length of AD? നോക്കൂ, ഇതിൻ്റെ ലെങ്ത്താണ് ചോദിച്ചിരിക്കുന്നത്. എങ്ങനെ കണ്ടുപിടിക്കാം? ഓക്കെ, നമുക്കറിയാം ഈക്വൽ ആംഗിൾസിൻ്റെ ഓപ്പോസിറ്റുള്ള സൈഡ്സിൻ്റെ റേഷ്യോ സെയിം ആണെന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ നോക്കൂ, ഇവിടെ ലാർജ് ട്രയാങ്കിളിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റുള്ള സൈഡാണ് എ ഡി അല്ലേ? അപ്പോൾ എ ഡി ബൈ ഇനി സ്മോൾ ട്രയാങ്കിളിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് സി ബി. സി ബി ഇസ് ഈക്വൽ ടു ഇനി ലാർജ് ട്രയാങ്കിളിൽ ആംഗിൾ എക്ക് ഓപ്പോസിറ്റുള്ള സൈഡാണ് പി ഡി. പി ഡി ബൈ സ്മോൾ ട്രയാങ്കിളിൽ ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് ഉള്ളതാണ് പി ബി. പി ബി ഇനി വാല്യൂസ് കൊടുക്കാം. എ ഡി ബൈ സി ബിയുടെ വാല്യൂ 4. 4 is equal to പി ഡി 12 centimeter divided by പി ബി 6 centimeter. That is AD is equal to 12 by 6 എന്ന് പറയുന്നത് 2. ഈ 4 റൈറ്റ് സൈഡിൽ പോകുമ്പോൾ എന്ത് വരും? 2 into 4 is equal to 8 centimeter. അപ്പോൾ എ ഡിയുടെ ലെങ്ത് എന്ന് പറയുന്നത് 8 centimeter കിട്ടി. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം നോക്കാം.
In the picture, chords AB and CD of the circle are extended to meet at P. കാണുന്നില്ലേ? AB എന്ന് പറയുന്ന കോഡും CD എന്ന് പറയുന്നതും വൃത്തത്തിനകത്തല്ല ഇൻ്റർസെക്റ്റ് ചെയ്തിരിക്കുന്നത്, ഔട്ട്സൈഡ് ദ സർക്കിളാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കുക. P എന്ന് പറയുന്ന പോയിൻ്റ് പുറത്താണ് ഇരിക്കുന്നത്, അവിടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തത് ആ രണ്ട് കോഡ്സും മീറ്റ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് പ്രോബ്ലം, prove that angles of triangle APC and triangle PBD formed by joining AC and BD are the same. Second question, prove that PA into PB is equal to PC into PD. എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ചിത്രത്തിൽ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എ ബിയും സി ഡിയും എന്ന് പറയുന്ന രണ്ട് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്ത് പിയിൽ മീറ്റ് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞിരിക്കുന്നു എ സിയും ഡി ബിയും ജോയിൻ ചെയ്യുക. ഓക്കെ, യെസ്. അപ്പോൾ നോക്കൂ, നമുക്ക് രണ്ട് ട്രയാങ്കിൾസ് കിട്ടി. ലാർജർ ട്രയാങ്കിൾ എ പി സിയും സ്മോളർ ട്രയാങ്കിൾ ബി പി ഡിയും. ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെ ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. എങ്ങനെ ചെയ്യാം? ഈ ചിത്രത്തിൽ ക്വാഡ്രിലാറ്ററൽ എ ബി ഡി സി എന്ന് പറയുന്നത് എന്ത് തരം ക്വാഡ്രിലാറ്ററലാണ്? നോക്കൂ, ഈ എല്ലാ പോയിൻറ്സും എ ബി ഡി സി എന്ന് പറയുന്ന എല്ലാ പോയിൻറ്സും സർക്കിളിലാണ് ടച്ച് ചെയ്തിരിക്കുന്നത് അല്ലേ? സോ നമുക്ക് എന്ത് പറയാം? ഇതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണ്, ചക്രീയ ചതുർഭുജമാണ്. ചക്രീയ ചതുർഭുജത്തിന് ഒരു പ്രത്യേകത പഠിച്ചിട്ടുണ്ട്. എന്താണ്? എതിർകോണുകൾ അനുപൂരകം, ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ലെറ്റ് ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ആംഗിൾ എ എക്സ് ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളാണ് ആംഗിൾ സി ഡി ബി എന്ന് പറയുന്ന ഈ ആംഗിൾ. നമുക്കറിയാം ഇത് രണ്ടും ആഡ് ചെയ്താൽ 180 കിട്ടണം. ഇപ്പോൾ ഒരു ആംഗിൾ എക്സ് ആണെങ്കിൽ അടുത്തത് എന്തായിരിക്കും? ഓക്കെ, 180 മൈനസ് എക്സ് ഡിഗ്രി, ശരിയല്ലേ? 180 മൈനസ് എക്സ് ഡിഗ്രി. ഓക്കെ, ഇനി ഈ ആംഗിളും ഈ ആംഗിളും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആംഗിൾ സി ഡി ബിയും ആംഗിൾ പി ഡി ബിയും എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? ആ, എന്താണത്? ആ, രേഖീയ ജോഡികളാണ് അല്ലേ? രേഖീയ ജോഡികൾ അനുപൂരകം എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പം ലീനിയർ പെയർ ആയതുകൊണ്ട് എന്തെന്ന് പറയാം? ഈ രണ്ട് ആംഗിൾസിൻ്റെയും സമ്മ് 180 ആവണം. അപ്പോൾ ഇത് 180 മൈനസ് എക്സ് ആണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 180 നിന്ന് കുറച്ചാൽ മതിയല്ലോ. എങ്ങനെ ചെയ്യാം? 180 മൈനസ് 180 മൈനസ് എക്സ്, അതായത് 180 മൈനസ് 180 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് ഇവിടെ പ്ലസ് വരും. അപ്പോൾ എന്തായി? 180 മൈനസ് 180 ക്യാൻസൽ ചെയ്തു, എക്സ് ഡിഗ്രി. അപ്പോൾ ഈ ആംഗിൾ എന്താണെന്ന് കിട്ടി? എക്സ് ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ ഈ ആംഗിൾ നോക്കൂ, ലെറ്റ് ദിസ് ആംഗിൾ ബി വൈ ഡിഗ്രി. ആംഗിൾ സി വൈ ഡിഗ്രി ആണെന്നെടുത്താൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ നോക്കൂ, ഇവിടെയാണ് എ ബി ഡി എന്ന് പറയുന്ന ഈ ആംഗിൾ എത്ര വരും? നേരത്തെ പറഞ്ഞതുപോലെ സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ്. സോ ഇതും നമുക്ക് എന്ത് പറയാം? 180 മൈനസ് വൈ ഡിഗ്രി എന്ന് പറയാം, ശരിയല്ലേ? ഇനി നോക്കൂ, ഇവിടെയും ഒരു ലീനിയർ പെയർ കാണാലോ, ശരിയല്ലേ? അപ്പോൾ ഈ ലീനിയർ പെയർ ഇത് രണ്ട് ആംഗിൾസും ലീനിയർ പെയർ ആയതുകൊണ്ട് ഇത് 180 മൈനസ് വൈ ഡിഗ്രി ആണെങ്കിൽ ഇതെന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി വൈ ഡിഗ്രി ആയിരിക്കും. ഇതേപോലെ തന്നെ ചെയ്താൽ നമുക്ക് കിട്ടും വൈ ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായില്ലേ? ഇനി ആംഗിൾ പി എന്ന് പറയുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, സോ സെഡ് ഡിഗ്രി എന്ന് വിളിച്ചു. ഇത് രണ്ട് ട്രയാങ്കിളിനും കോമൺ ആയിട്ടുള്ള ആംഗിളാണ്. ട്രയാങ്കിൾ എ പി സിയുടെയും ബി പി ഡിയുടെയും കോമൺ ആംഗിളാണ് ആംഗിൾ പി എന്ന് പറയുന്നത്.
അപ്പോൾ ടീച്ചർ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ട്രയാങ്കിൾ എ പി സിയുടെ 3 ആംഗിൾസ് ഏതൊക്കെയാണ്? എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി, സെഡ് ഡിഗ്രി. ശരിയല്ലേ? 3 ആംഗിൾസ് എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി, സെഡ് ഡിഗ്രി. ഇനി ഇതേപോലെ ചെറിയ ത്രികോണം ട്രയാങ്കിൾ ബി പി ഡി, ഈ ഒരു ത്രികോണം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾസും എന്താണ്? എക്സ് ഡിഗ്രി, വൈ ഡിഗ്രി, സെഡ് ഡിഗ്രി. അപ്പോൾ നോക്കൂ, ഈ 2 ട്രയാങ്കിൾസിൻ്റെയും ആംഗിൾസ് സെയിം ആണെന്ന് കിട്ടി. അതല്ലേ നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. സോ ദേ ആർ സിമിലർ ട്രയാങ്കിൾസ് എന്നും നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കൂ. പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതെങ്ങനെ പ്രൂവ് ചെയ്യാം? ഇപ്പോൾ തൊട്ട് മുൻപത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞു ലാർജ് ട്രയാങ്കിളും സ്മോളർ ട്രയാങ്കിൾസും സിമിലർ ആണെന്ന്. സിമിലർ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പ്രത്യേകത അറിയാം. എന്താണ്? സൈഡ്സ് ആർ ഇൻ സെയിം റേഷ്യോ. അപ്പോൾ അതുപയോഗിച്ച് നമുക്കിവിടെ പ്രോബ്ലം ചെയ്യാം. ഇവിടെ വൈ ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്, ലാർജ് ട്രയാങ്കിളിൻ്റെ വൈ ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാ വരിക? എ പി എന്ന് പറയുന്ന സൈഡാണ്. പി എ ബൈ സ്മോൾ ട്രയാങ്കിളിൻ്റെ വൈ ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ളത് പി ഡി എന്ന് പറയുന്ന സൈഡാണ് വരിക. പി എ ബൈ പി ഡി ഇസ് ഈക്വൽ ടു, ഇനി ലാർജ് ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏത് വരും? പി സി എന്ന് പറയുന്ന സൈഡ് വരും. പി സി ഡിവൈഡഡ് ബൈ സ്മോൾ ട്രയാങ്കിളിൻ്റെ എക്സ് ഡിഗ്രിക്കുള്ള ഓപ്പോസിറ്റ് ഏത് വരും? പി ബി എന്ന് പറയുന്ന സൈഡ്. പി ബി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഇത് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് എന്ത് വരും? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതായത് 2 കോഡ്സ്, ഒരു സർക്കിളിലെ 2 കോഡ്സ് പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ശ്രദ്ധിക്കുക, എങ്ങനെയാണ് നമ്മൾ എടുക്കണേന്ന് നോക്കുക. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇപ്പോൾ റിസൾട്ട് ശ്രദ്ധിക്കുക എങ്ങനെയാണ് വരുന്നതെന്നുള്ളത്. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതുപോലൊരു പ്രോബ്ലം നിങ്ങൾക്ക് തനിയെ ചെയ്യാലോ. ഓക്കെ, പ്രോബ്ലം ഇതാണ്. ഇൻ ദി ഫിഗർ പി സി ഈക്വൽ ടു 16 സെൻറ്റിമീറ്റർ, സി ഡി ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ, പി എ ഈക്വൽ ടു 2 ടൈംസ് പി ബി. അവിടെ പി എയും പി ബിയും തമ്മിലുള്ള റിലേഷൻ പറഞ്ഞിരിക്കുന്നു. പി എ ഇസ് ഈക്വൽ ടു 2 ടൈംസ് പി ബി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ലെങ്ത് ഓഫ് പി ഡി? അടുത്തത്, കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് പി എ. അപ്പോൾ നമ്മൾ പഠിച്ച ആ കൺസെപ്റ്റ്സ്, അതായത് കോഡ്സിൻ്റെ പാർട്ടുകൾ തമ്മിലുള്ള റിലേഷൻ പഠിച്ചു. പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ആ റിലേഷൻ യൂസ് ചെയ്ത് ഈ പ്രോബ്ലം ചെയ്താൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം എന്താ പഠിച്ചത്? അതായത് ഒരു സർക്കിളിൻ്റെ 2 അൺഈക്വൽ കോഡ്സ് സർക്കിളിൻ്റെ ഉള്ളിൽ ഇൻ്റർസെക്റ്റ് ചെയ്താൽ അതിൻ്റെ പാർട്സുകൾ തമ്മിലുള്ള റിലേഷനാണ് പഠിച്ചിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് വൃത്തത്തിൻ്റെ 2 കൺസ്ട്രക്ഷൻസ് ആണ്. കൺസ്ട്രക്ഷൻ ഓഫ് റെക്റ്റാങ്കിൾ ആൻഡ് കൺസ്ട്രക്ഷൻ ഓഫ് സ്ക്വയർ. അപ്പോൾ അതിനാവശ്യമായ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് അടുത്ത ക്ലാസ്സിൽ നിങ്ങൾ കരുതേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് വീണ്ടും കാണാനായി ഗുഡ്നെസ് ടിവിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് താങ്ക് യു.